ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് കാത്തു മോംസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുമ്പിളിയപ്പം അല്ലെങ്കിൽ ചക്കയട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഞാൻ നേരത്തെ ചക്കയടയ്ക്കുള്ള ചക്കപ്പഴം തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ആദ്യം തന്നെ ഞാൻ ഈ ചക്കപ്പഴം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. അത് മെൽറ്റ് ആയതിനു ശേഷം ആവശ്യത്തിന് ശർക്കര പാനി ഇട്ട് ഈ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് റവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ഈ അരച്ച് വെച്ചിരുന്ന ചക്കപ്പഴവും ഏലക്ക, ജീരകപ്പൊടി, തേങ്ങ ഇതെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് കുമ്പിളപ്പത്തിന് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുമ്പിളയില എടുത്ത് അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്താണ് ഞാൻ കുമ്പിളയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കുമ്പിളയപ്പത്തിൻ്റെ രീതിയിൽ ഇത് അപ്പച്ചമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കുമ്പിളയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞാൻ അടുപ്പേ വെച്ചു. ഇപ്പോൾ ഈ കുമ്പിളപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിൽ ചക്കയടയ്ക്കുള്ള ചക്കപ്പഴവും കുമ്പിളപ്പവും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്